വിശദമായ വാർത്തയിലേക്കാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിന്റെ ലോക്സഭയിലെ അവതരണം നീട്ടി കേന്ദ്ര സർക്കാർ. ബില്ല് ഇന്ന് പരിഗണിക്കില്ലെന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് പാർലമെന്റിനെ അറിയിച്ചത്. ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനമെന്നാണ് സൂചന. അതേസമയം ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. Question number 5 to 1, Srimati Shambhavi. धन्यवाद अध्यक्ष महोदय, आपने इतना महत्वपूर्ण माननीय स्पीकर महोदय. ജനങ്ങളെ കോൺഗ്രസും സിപിഐഎമ്മും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും റിജിജു പറഞ്ഞു. मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज एफसीआरए बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है. और दूसरी बात, एफसीआरए को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है. एफसीआरए का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, उसके बाद कई अमेंडमेंट आए हैं. इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए, नेशनल सिक्योरिटी, नेशनल इंटरेस्ट, इसका ध्यान में रखते हुए पैसा का गलत इस्तेमाल ना हो, इसका निगरानी के लिए एक अच्छा कदम रहा है. और यही सरकार कर रहे हैं. किसी धर्म के खिलाफ नहीं है, किसी संगठन को टारगेट नहीं किया जा रहा है. വിശദവിവരങ്ങൾ ആന്റണി ജോർജ് നൽകും. ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം വലിയ പ്രതിഷേധം ഈ ബില്ലിനെതിരെ ഉയർത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രത്തിന്റെ ഈ പിന്മാറ്റം അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, FCRA ബില്ലിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ ക്രൈസ്തവ സഭകളും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ ബില്ല് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനുള്ള ഒന്നാണ് എന്നുള്ള വാദമാണ് അല്ലെങ്കിൽ ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അങ്ങനെയാണ് ഇന്ന് ഈ ബില്ല് ലോക്സഭയിൽ പരിഗണിക്കാൻ ഇരിക്കുന്ന ആ ഘട്ടത്തിൽ ഈ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും സംസാരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബില്ലിന്മേൽ ഇന്നൊരു ചർച്ച വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ക്രൈസ്തവ സഭകളുടെ എതിർപ്പും അതിന് ഒരു കാരണമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ബില്ല് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെയാണ് ലോക്സഭയെ അറിയിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ പാർലമെന്റ് നടപടികൾ നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ എംപിമാരും പാർലമെന്റിലെത്തി, കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും പാർലമെന്റിലെത്തി പ്രതിഷേധം അറിയിക്കണമെന്ന ഒരാവശ്യം കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ചിരുന്നു. കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും അടക്കം ഈ ആവശ്യം ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ UDFന്റെ അടക്കം എംപിമാർ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം എംപിമാരുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തി. കേരളത്തിൽ നിന്നുള്ള എംപിമാർ മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള മറ്റു എംപിമാരും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം പാർലമെന്റിനകത്ത് നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ എംപിമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി അവർ എഴുന്നേറ്റ് നിൽക്കുകയും സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് എത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഈ
ബില്ല് പരിഗണിക്കുന്നില്ല, ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചത്. മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരുമായി ഈ ബില്ലുമായി ബന്ധപ്പെട്ട ജനങ്ങളെ അതുപോലെ തന്നെ സഭകളെ ഒക്കെ ഈ CPIM-ഉം കോൺഗ്രസും തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണവും കൂടി കിരൺ റിജിജു ഉന്നയിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുകയാണ്. ഇത് ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അക്കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി അവർ കിരൺ റിജിജു പറയുകയും ചെയ്തു. ഏതായാലും വലിയ ഒരു പ്രതിഷേധമൊക്കെ നടന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു യു-ടേൺ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും പക്ഷേ ഈ ബില്ല് പരിഗണിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നം നിലവിൽ തീരുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. നിലവിൽ എന്തിനാണ് പുതിയ ഒരു നിയമം എന്നുള്ളതാണ് സഭകൾ ഒന്നടങ്കം ചോദിക്കുന്നത്. നിലവിൽ ഒരു നിയമം, കർശനമായൊരു നിയമം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയ ഭേദഗതികൾ കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യം അവർ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് ഉള്ളത്. ഏതായാലും സഭകൾ നിലപാട് മയപ്പെടുത്താനുള്ള സാധ്യത ഈ ചർച്ച നീട്ടിയത് കൊണ്ട് മാത്രം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബില്ല് പിൻവലിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും കേരളത്തിലെ സഭാ നേതൃത്വം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും തൽക്കാലത്തേക്ക് BJP സംസ്ഥാന നേതൃത്വത്തിനൊക്കെ പറഞ്ഞു നിൽക്കാൻ കഴിയും. ബില്ല് ഇപ്പോൾ പാർലമെന്റിലേക്ക് വരുന്നില്ല, അത് പാസ്സാക്കുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം കഴിയും എന്നുള്ളതാണ്. ഇനി ഈ ബില്ല് എന്ന് പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല.